വഴി ഒന്നേ ഉള്ളൂ അമ്മ. അപ്പുനെ അവളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ വിടുക. എന്നുവെച്ചാ ആണായിട്ട് ജീവിക്കാനോ? അയ്യേ, നീ എന്തൊക്കെയാ മാളു ഈ പറയുന്നേ? ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാ അമ്മേ. ഇനി ഇത് മാത്രമേ ഉള്ളൂ അപ്പുന്റെ കാര്യത്തിൽ പോസിബിൾ ആയ ഒരു വഴി. മാളു, വിപിയും ഗീത ഇതൊക്കെ അറിഞ്ഞോ? ആന്റി അങ്കിളിനോടെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ടാവുന്ന അപ്പു പറഞ്ഞത്. അവര് തമ്മിൽ ഇതുവരെ പിന്നെ അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. എന്റെ ദൈവമേ, വിപിയേട്ടനും ഗീതേച്ചിയും ഇതെങ്ങനെ സഹിക്കും? നാണക്കേട് കാരണം ആർക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും മുരളിയേട്ടാ? മാളു, ഒരു കാര്യം ഞാൻ അമ്മയുടെ മുന്നിൽ വെച്ച് പറയാം. കേൾക്കുമ്പോൾ നിനക്ക് വിഷമമൊന്നും തോന്നരുത്. അല്ല, തോന്നിയിട്ടും ഇനി കാര്യമൊന്നുമില്ല. ആ വീടുമായിട്ട് ഇതുവരെ ഉണ്ടായിരുന്ന ബന്ധവും അടുപ്പവും ഒക്കെ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് അപ്പുവായിട്ട്. ഇനി വിപിയും ഫാമിലിയും നമുക്ക് വെറും അയൽക്കാർ മാത്രമാണ്. അശ്വതിയോട് കൂടി ഈ പറയുന്നത്. അച്ഛാ, എന്താ അച്ഛാ ഇങ്ങനെ? ഇതറിയുമ്പോ അച്ഛന് ഇങ്ങനൊരു റിയാക്ഷൻ അല്ല ഞാൻ പ്രതീക്ഷിച്ചത്. മാളു, മതി. ഇനി ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യണ്ട. ചർച്ച ചെയ്യാൻ പോലും കൊള്ളാത്തൊരു ടോപ്പിക്കായത്. സോ നമ്മൾ ഇത് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ? അച്ഛാ പ്ലീസ് കീപ് ക്വയറ്റ് മാളു. ദേ, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് നീ. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എല്ലാം. എന്താ അമ്മ ഇങ്ങനൊക്കെ? ഹലോ അപ്പു സാർ, ബിസിയാണോ? പിന്നെ എന്താ പരിപാടി? ഒന്നുമില്ല. മോളെന്തിനാ ഏതു നേരവും ഇവിടെ തന്നെ ഇരിക്കുന്നത്? യു ആർ ഓക്കെ നൗ? പണ്ടത്തെ പോലെ വണ്ടിയെടുത്ത് പുറത്തൊക്കെ പോയെന്ന് ചുറ്റടിച്ചു വന്നൂടെ? മൈൻഡൊക്കെ ഒന്ന് ഉഷാറാവട്ടെ. അല്ലെങ്കിൽ ഞാനൊരു ഐഡിയ പറയാം. ഞാനും അപ്പും അമ്മയും കൂടി ഇന്ന് പുറത്തു പോകുന്നു. വെറുതെ ഒരു ഡ്രൈവ്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നു, തിരിച്ചു വരുന്നു. എന്താ? വേണ്ട, എനിക്കൊരു മൂഡില്ല. എന്നാ അച്ഛൻ വേറൊരു കാര്യം ചോദിക്കട്ടെ? ഗ്രാജുവേഷൻ കഴിഞ്ഞ് എന്താ മോളുടെ ഫ്യൂച്ചർ പ്ലാൻ? PG പോകാനാണോ? അതോ വേറെ ഏതെങ്കിലും കോഴ്സ് മനസ്സിൽ കണ്ടിട്ടുണ്ടോ? എന്താ ചിരിച്ചത്? അച്ഛാ, കം ടു ദ മാറ്റർ. അച്ഛൻ എന്നോട് ചോദിക്കാനുള്ളത് ഇതൊന്നും അല്ലെന്ന് എനിക്കറിയാം. അമ്മ പറഞ്ഞത് സത്യമാണോ എന്നറിയണം. അതിനല്ലേ അച്ഛൻ വന്നത്? യെസ്. ഡയറക്റ്റായിട്ട് ആ ടോപ്പിക്കിലേക്ക് വരാൻ ഒരു മടി തോന്നി. ഇപ്പൊ നീയായിട്ടത് ചോദിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിളിന്റെ ആവശ്യമില്ല. പറയൂ, എന്താ മോളുടെ യഥാർത്ഥ പ്രോബ്ലം? മടിക്കണ്ട, അച്ഛനോട് തുറന്നു പറഞ്ഞോളൂ. എന്റെ പ്രോബ്ലം എന്താണെന്ന് അമ്മ പറഞ്ഞില്ലേ? അതിലെന്തെങ്കിലും സത്യമുണ്ടോന്ന് അറിയാനാ ഞാൻ വന്നത്. എന്താന്നും മിണ്ടാത്ത? യെസ്, സത്യമാണ്. ഞാനൊരു ട്രാൻസ് പേഴ്സണാണ്. നോ നോ അപ്പു, നെവർ. അതൊക്കെ അച്ഛ പ്ലീസ്.
അതൊക്കെ എന്റെ വെറും തോന്നലാണ്, പേടിയാണ്, ആശങ്കയാണ്. ഇതൊക്കെ എല്ലാവരും പറയുന്ന പതിവ് മറുപടികളാണ്. മാളും അമ്മയും ഇത് തന്നെയാ പറഞ്ഞത്. അച്ഛനും അത് ആവർത്തിക്കരുത്. മറ്റാരെക്കാളും എന്റെ മനസ്സെന്താണെന്നും എന്റെ പ്രശ്നം എന്താണെന്നും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളാണ് വിജയ് പണിക്കർ എന്ന എന്റെ അച്ഛൻ. എന്നിട്ടും അച്ഛനിൽ നിന്നും ഞാൻ ഇത്രയും നാൾ ഇത് മറച്ചു വെച്ചത്, അല്ലെങ്കിൽ പറയാൻ പേടിച്ചത്, എനിക്ക് അച്ഛനെ വിഷമിപ്പിക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിട്ടാ. എനിക്കറിയാം അച്ഛനോ അമ്മയ്ക്കോ മാളുവിനോ മറ്റാർക്കും ഇതൊന്നും ഉൾക്കൊള്ളാനാവില്ലെന്ന്. പക്ഷെ അച്ഛാ, എനിക്കിതല്ലാതെ മറ്റൊരു മാർഗവുമില്ല. എന്റെ മനസ്സങ്ങനെയായി പോയി. നോ നോ വേ അപ്പു. ഇപ്പോഴും ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അനാവശ്യമായ നിന്റെ പേടി ഉത്കണ്ഠയാണിത്. നീ ഒന്ന് ആത്മാർത്ഥമായിട്ട് മനസ്സ് വെച്ചാ നിനക്ക് തന്നെ വളരെ ഈസിയായി ഈ പ്രോബ്ലം സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇല്ല, അച്ഛൻ വിചാരിക്കുന്ന പോലെ അത്ര ഈസി ആയിട്ട് ഈ പ്രോബ്ലം പരിഹരിക്കാനാവില്ല. ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല, പക്ഷെ എനിക്ക് പറ്റുന്നില്ല അച്ഛാ. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ അനുഭവിക്കുന്ന മെന്റൽ സ്ട്രെയിൻ, പ്രഷർ, അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ആർക്കും. ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്തില്ലെങ്കിൽ ഞാൻ ഇതിനു മുമ്പേ എല്ലാം മതിയാക്കുമായിരുന്നു. അതുകൊണ്ടാ ഞാൻ ഇതെല്ലാം മാളുവിനോട് ഷെയർ ചെയ്തത്. അപ്പോ എല്ലാരും കൂടി അവളെ എന്നിൽ നിന്ന് അകറ്റി. അവളും കൂടി പോയി കഴിഞ്ഞാ ഞാൻ ഒറ്റപ്പെടുമല്ലോ എന്ന് പേടിച്ചിട്ടാ ഞാൻ. അപ്പോ നിന്റെ ഈ സംശയവും പേടിയെല്ലാം അച്ഛൻ മാറ്റിത്തരാം. നീ പേടിക്കുന്ന പോലെ ഒന്നുമില്ല. നീ ഒരു പെണ്ണാണ് എല്ലാ അർത്ഥത്തിലും. നോ, ഐ ഹേറ്റ് ഇറ്റ്. അങ്ങനെ പറയുന്ന പോലും എനിക്കിഷ്ടമല്ല. അപ്പോ അതെ, അപ്പു പെണ്ണല്ല, ആണാണ്. ഇനി ഞാൻ ജീവിക്കുന്നത് എനിക്കിഷ്ടമുള്ള, ഞാൻ ആഗ്രഹിക്കുന്ന ജെൻഡർ ഐഡന്റിറ്റിയിലായിരിക്കും. ഇനി ആരൊക്കെ എതിർത്താലും അതെന്റെ തീരുമാനമാണ്. വേണ്ട. Shut your bloody. എന്താ നീ കരുതിയത്? ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട് പറഞ്ഞേക്കാം. എന്തായി കാണിക്കുന്നേ? മര്യാദക്ക് ജീവിച്ചോളാം. ഇല്ലെങ്കിൽ ദീപി എന്തായി കാണിച്ചത്? എന്തിനാണ് തല്ലിയത്? തല്ലാതെ പിന്നെ ഞാൻ എന്ത് വേണമായിരുന്നു? ക്ഷമയ്ക്കൊരു പരിധിയുണ്ട് ഗീത. കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കണം, അല്ലാതെ വാശി പിടിക്കുകയല്ല വേണ്ടത്. അത് തന്നെ എനിക്കും പറയാനുള്ളത്. കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ക്ഷമയും വിവേകവും ഒക്കെ വിപിയും കാണിക്കണമായിരുന്നു. അപ്പുവിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു സമീപനമേ ഉണ്ടാവുമെന്ന് ആദ്യമേ ഞാൻ പറഞ്ഞതല്ലേ. എന്നിട്ട് വിപി കൂടി അവളെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചെന്തിനാ? നോക്കൂ ഗീത, ഒരാളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവും സാമർഥ്യമൊക്കെ എനിക്കുണ്ട്. കഴിഞ്ഞ 10-25 വർഷമായിട്ട് ഞാൻ ഈ തൊഴിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറയാവുന്ന രീതിയിലെല്ലാം ഞാൻ അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതല്ലേ. എന്നിട്ട് അതൊന്ന് ഉൾക്കൊള്ളാനോ അനുസരിക്കാനോ അവൾ തയ്യാറായില്ലല്ലോ. മറിച്ച് വാശി പിടിച്ച് എന്നെ ഇറിറ്റേറ്റ് ചെയ്യാനല്ലേ നോക്കിയത്. അപ്പൊ പിന്നെ ഇങ്ങനെ റിയാക്ട് ചെയ്യാനേ കഴിയൂ. വിപി ഇങ്ങനെ റിയാക്ട് ചെയ്തത് കൊണ്ട് ഇപ്പൊ പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങിയോ? ഇല്ലല്ലോ, കൂടുതൽ വഷളാകുകയല്ലേ ചെയ്തത്. ഇനി അപ്പുവിന് വാശി കൂടും. പറഞ്ഞു തിരുത്താൻ പറ്റാത്ത വിധം ഈ പ്രശ്നം കോംപ്ലിക്കേറ്റഡ് ആവും. ഇപ്പൊ അതാ എന്റെ പേടി. ഓക്കെ, എങ്കിൽ താൻ തന്നെ ഒരു വഴി പറ, ഞാൻ അതേപടി ചെയ്യാം. നോക്ക്, വിപി കുറച്ചുകൂടി ക്ഷമയോടുകൂടി ഡീൽ ചെയ്യാനാ ആദ്യം ശ്രമിക്കേണ്ടത്. ഒരു ട്രെയിനറിന്റെ പെർസ്പെക്റ്റീവിലൂടെ അല്ല, ഒരു അച്ഛനായി നിന്ന് അവളെ മനസ്സിലാക്കാനും കേൾക്കാനും ശ്രമിക്കണം. ഞാനൊരു അച്ഛൻ മാത്രമല്ല, സമൂഹത്തിൽ നിലയും വിലയുള്ള ഒരാളാണ്. അങ്ങനെ ഒരാളുടെ മകള് ഇതുപോലെ സെൻസ്ലെസ് ആയ ഒരു ആവശ്യവുമായി നാളെ സൊസൈറ്റിയിൽ ഇറങ്ങിയാൽ ആൾക്കാരോട് ഞാൻ എന്ത് സമാധാനം പറയും? എന്നെ ബഹുമാനിച്ചവരും സ്നേഹിച്ചവരും ഒക്കെ എന്റെ മുഖത്ത് നോക്കി ചിരിക്കില്ലേ? മോളെ തോന്നിയതുപോലെ ജീവിക്കാൻ പഠിപ്പിച്ചതിന്റെ കുഴപ്പമാണെന്നൊക്കെ പറഞ്ഞ്
ഒളിഞ്ഞും തെളിഞ്ഞൊക്കെ എന്നെ പരിഹസിക്കില്ലേ? ശരിയാ, VPയുടെ ആശങ്കയിലും ഉത്കണ്ഠയിലൊക്കെ ന്യായമുണ്ട്. ഞാനും സമ്മതിക്കുന്നു. പക്ഷേ അപ്പുവിന്റെ ഇഷ്യൂ അവിടം വരെ ഒന്ന് കൊണ്ടുപോകാതെ തന്നെ നമുക്ക് സോൾവ് ചെയ്തൂടെ VP? അതിന് സാധിക്കും തന്നെയാ ഇപ്പോഴും എന്റെ വിശ്വാസം. നോക്കൂ VP, ക്ലാസ് മുറിയിൽ കുട്ടികളെ ഡീൽ ചെയ്യുന്നത് പോലെ ഒരിക്കലും അപ്പുവിന്റെ കാര്യം ഹാൻഡിൽ ചെയ്യാൻ VPക്ക് ആവില്ല. VPക്ക് മാത്രമല്ല, എനിക്കും. മാളുവുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണത്തിന്റെ പേരിലാണ് അപ്പു ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയതെന്നായിരുന്നു ഇതറിയുന്നതിന് മുൻപ് വരെയുള്ള നമ്മുടെ ധാരണ. പക്ഷേ സത്യം അതല്ലെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് കുറച്ച് കൂടുതൽ കെയർ ആൻഡ് അറ്റൻഷൻ അവൾക്ക് വേണം. നമ്മളുകൂടെ അവളെ മനസ്സിലാക്കാതെ പോയാൽ അവൾ ഇനിയും വല്ല അബദ്ധവും കാണിച്ചാലോ എന്ന് അതിന്റെ പേടി. ഒരിക്കൽ പരീക്ഷിച്ച് പരാജയപ്പെടുന്ന കരുതി എപ്പോഴും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ലല്ലോ. ഇതാ താൻ പറയുന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മനസ്സിലാവാത്തത് ഒന്നേ ഉള്ളൂ, ഒരു സൂയിസൈഡ് അറ്റംപ്റ്റിന്റെ പേരിൽ അവൾ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ വിടണമെന്നാണോ താൻ പറയുന്നത്? നോ, ഒരിക്കലും അല്ല. അപ്പൂനെ ഒരു നിമിഷത്തേക്ക് പോലും അങ്ങനൊരു അവസ്ഥയിൽ കാണാൻ നമുക്കാവില്ലെന്നും അറിയാം. പക്ഷേ ഇവിടെ നമ്മളൊരു അല്പ ക്ഷമയോടെ കാത്തിരുന്നേ പറ്റൂ VP. തൽക്കാലം നമ്മളൊന്നും അറിഞ്ഞില്ലെന്ന് വെക്കാം. നമ്മളതിന് ശ്രമിക്കുമ്പോൾ അപ്പോൾ ഇതൊരു അവസരമായിട്ട് കാണില്ലെന്ന് എന്താ ഉറപ്പ്? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാൻ പറ്റില്ല. ഞാനിപ്പോ പറയുന്നത്, അല്ലെങ്കിൽ വിശ്വസിക്കുന്നത്, അവിടെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നത് തന്നെയാ. അതിന് VP കൂടെ മനസ്സ് വെച്ചാലേ പറ്റൂ. ഞാൻ എന്തിനും തയ്യാറാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറയാം, അവളുടെ ഈ ആഗ്രഹം ഒരു രീതിയിലും ഒരു കാലത്തും ഞാൻ അംഗീകരിക്കില്ല. അത് അനുവദിച്ചു കൊടുക്കുകയില്ല. വേണ്ടെന്നേ. ആദ്യം നമുക്ക് ഏതെങ്കിലും ഒരു ഗൈനക്കോളജിസ്റ്റിനെ നേരിട്ട് പോയി കണ്ടാലോ? അവർക്ക് നമ്മളെ പല കാര്യങ്ങളിലും ഗൈഡ് ചെയ്യാൻ പറ്റിയേക്കും. VPക്ക് എന്ത് തോന്നുന്നു? VP വിഷമിക്കണ്ട, എല്ലാം നമ്മൾ വിചാരിച്ച വഴിക്ക് തന്നെ വരും. സമാധാനിക്ക്. എന്റെ ആറ്റുകാലമ്മേ, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നേ? ഇതൊക്കെ ഉള്ളത് തന്നെയാണോ അശ്വതി? ഓ, കേട്ടിട്ട് എനിക്ക് എന്റെ കൈയും കാലും വിറയ്ക്കുന്നു. എന്തൊക്കെ കാണേണ്ടി വരുമോ എന്തോ. അമ്മയായിട്ട് ഇനി ഇതാരോടും വിളിച്ചറിയിക്കാനൊന്നും നിൽക്കണ്ട. അഥവാ അപ്പു ഇനി ഇവിടെ വന്നാലും ഇതേക്കുറിച്ച് അവളോട് ചോദിക്കാനൊന്നും നിൽക്കണ്ട. അമ്മയോട് പോലും ഇതേപ്പറ്റി പറയരുതെന്നാ മുരളിയേട്ടൻ പറഞ്ഞത്. ഞാൻ പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ചേട്ടൻ വരുമ്പോ അമ്മ ഇതറിഞ്ഞ ഭാവമൊന്നും വെക്കണ്ട. എന്നെ ഒളിച്ചു വെച്ചിട്ട് എന്താ കാര്യം? അല്ലെങ്കിൽ എത്ര നാളെന്ന് കരുതിയാ എല്ലാവരുടെയും കണ്ണും ചെവിയൊക്കെ പൊത്തിപ്പിടിക്കുന്നേ? എന്തായാലും ഒരു ദിവസം ഇതെല്ലാവരും അറിയില്ലേ? അല്ലേലും ഇങ്ങനെയുള്ളവർ ഒരുമ്പെട്ടിറങ്ങിയാ ഇറങ്ങിയത് തന്നെ. പിന്നെ വീട്ടുകാരെന്നോ നാട്ടുകാരെന്നോ ഉള്ള ചിന്തയൊന്നും അവർക്കില്ല. ആ, നമ്മുടെ കളരിവാതുക്കലെ കൊച്ചുകൃഷ്ണൻ ചേട്ടന്റെ രണ്ടാമത്തെ ചെറുക്കനില്ലേ, ഇതുപോലെ കുഴപ്പമായിരുന്നു. ചെറുക്കൻ കൊച്ചിലെ മുതലേ പെണ്ണുങ്ങളെ പോലായിരുന്നു. വീട്ടുകാരും അന്ന് അത്ര ഗവനിച്ചില്ല. പക്ഷെ വളരുന്നതിനനുസരിച്ച് ചെറുക്കൻ തനി പെണ്ണുങ്ങളെ പോലായിക്കൊണ്ടിരുന്നു. ഉടുപ്പും നടപ്പും കിടപ്പും എല്ലാം തനി പെണ്ണ്. ഓ, വീട്ടുകാർ മാറ്റിയെടുക്കാനാവും വിധം ഒക്കെ നോക്കി. പക്ഷെ ചെറുക്കൻ വഴങ്ങിയില്ല. ഒടുക്കൻ ചെറുക്കനെ വീട്ടുകാരായിട്ട് തന്നെ അടിച്ചു പുറത്താക്കുമായിരുന്നു. എന്റെ ഈശ്വരാ, എന്തോരം പണവും പ്രതാപവും ഉള്ള കുടുംബക്കാരായിരുന്നു. ഈ ഒരൊറ്റ മുടിഞ്ഞ വിത്ത് കാരണം കുടുംബം കുളം തോണ്ടിയില്ലേ? നിന്ന നിപ്പിലാ കൊച്ചുകൃഷ്ണൻ ചേട്ടൻ ചങ്ക് പൊട്ടി ചത്തത്. അന്ന് വീണതാ വിലാസിനി ചേച്ചി. 3-4 വർഷം കിടന്ന് നരകിച്ചിട്ടാ അവരും പോയത്. എല്ലാം ഈ കുരുപ്പ് കാരണമാ. അതിനെന്താ, അവനും ആയുസധികം ഇല്ലായിരുന്നു. തള്ള മരിച്ച പിറ്റേ കൊല്ലം അവനും തീർന്നു. കൊറ്റംകുളങ്ങര അമ്പലത്തിൽ ആണുങ്ങൾ പെൺവേഷം കെട്ടി വിളക്കെടുക്കുന്ന ഒരു നേർച്ചയുണ്ട്. ഉത്സവത്തിന് വിളക്കെടുക്കാൻ പോയ ആളുടെ ശവം പിന്നെ കളരിവാതുക്കലെ കുളത്തിലാ പൊങ്ങിയത്. ചാടി ചത്തതാണെന്നും പറയുന്നുണ്ട്. മൂത്ത ചേട്ടൻ നാണക്കേട് ഭയന്ന് ആളെ വെച്ച് ചെയ്യിച്ചതാണെന്നും ഒരു സംസാരമുണ്ട്.
നീ സംശയിക്കണ്ട, അശ്വതി എന്നോടെല്ലാം പറഞ്ഞു. ദേ, ഈ കാര്യത്തിൽ നിന്റെ തീരുമാനമാണ് ശരിയെന്ന് ഞാൻ ഇവളോട് ഉദാഹരണ സഹിതം പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അടുപ്പിക്കണ്ട മുരളി, ഇനി ഒരു കാരണവശാലും അവരുമായിട്ടൊരടുപ്പത്തിനോ ബന്ധത്തിനോ പോയേക്കരുത്. അവരായി അവരുടെ പാടായി. ഇങ്ങോട്ടേക്ക് ഒരു ലോഹ്യത്തിന് വന്നാലും എന്തെങ്കിലും പറഞ്ഞ് അങ്ങ് ഒഴിവാക്കി വിട്ടേക്കണം. ഓ, എന്നാലും ഇതൊരു നാശത്തിലേ കലാശിക്കൂ. എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് നമ്മളായിട്ട് എന്തിനാ അതിന്റെ പങ്ക് പറ്റാൻ പോകുന്നത്? മാളു പറഞ്ഞ സ്ഥിതിക്ക് വിപിയേട്ടനും ഗീതേച്ചിയും ചിലപ്പോ ഇതേപ്പറ്റി നമ്മളോട് തുറന്നു പറഞ്ഞേക്കും. അങ്ങനൊരു സിറ്റുവേഷൻ വന്നാ നമ്മൾ എങ്ങനെ അവരെ രണ്ടുപേരെയും ഫേസ് ചെയ്യും മുരളിയേട്ടാ? എന്തൊക്കെയാണെങ്കിലും ഒരു കുടുംബം പോലെ കഴിഞ്ഞവരല്ലേ നമ്മള്. അവർക്കിങ്ങനെ ഒരു പ്രോബ്ലം വരുമ്പോ അതിനിപ്പോ നമ്മളൊന്നും ചെയ്തിട്ടല്ലല്ലോ അവരുടെ മോളിങ്ങനെ ആയത്. ദേ അശ്വതി, അവളുടെ വാക്കും കേട്ട് ഈ കാര്യത്തിൽ നീ കൂടുതൽ സഹതാപം ഒന്നും കാണിക്കാൻ പോകാതിരിക്കുന്ന നല്ലത്. അതൊടുക്കം വയ്യാവേലിയാവേ. അവരുടെ കാര്യം വിട്ടിട്ട് നിങ്ങൾ ഇവിടുത്തെ കൊച്ചിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്ക്. ഇതൊക്കെ നാലാളറിഞ്ഞ് നാറ്റക്കേസാകുന്നതിന് മുമ്പ് എത്രയും വേഗം ആ പയ്യന്റെ വീട്ടുകാരുടെ കയ്യോ കാലോ പിടിച്ച് നമ്മുടെ കൊച്ചിനെ കെട്ടിച്ചു വിടാൻ നോക്ക്. ദേ, വിപിയുടെ മോള് പെണ്ണായാലും ആണായാലും അതിന്റെ കൂട്ടും നടപ്പും കിടപ്പും ഒക്കെ ഇവിടുത്തെ കൊച്ചിന്റെ കൂടെ ആയിരുന്നു. അത് മറക്കണ്ട. ആൾക്കാർക്ക് കഥയുണ്ടാക്കി രസിക്കാൻ കൂടുതൽ കാരണങ്ങളൊന്നും വേണ്ട, പറഞ്ഞേക്കാം. അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ മുരളിയേട്ടാ, ഞാനത് ഓർത്തില്ല. അല്ലെങ്കിൽ തന്നെ അങ്ങനൊരു കഥ അപ്പൂനെയും മാളുവിനെയും പറ്റി കോളേജിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു അശ്വതി. ശ്ശോ, ഒരിക്കൽ അരുൺ ഇതേപ്പറ്റി വിപിയോട് സൂചിപ്പിച്ചിരുന്നതാ. ഈശ്വരാ, എന്തൊക്കെ കേക്കുന്നേ? നീ വിഷമിക്കാതെ, അമ്മ പറഞ്ഞതാ ശരി. ഇതൊക്കെ അധികം ആൾക്കാർ അറിയുന്നതിന് മുൻപ് മാളുവിൻ്റെ കല്യാണം നടത്തണം. ഇനിയിപ്പോൾ കോഴ്സ് കഴിയാനൊന്നും വെയിറ്റ് ചെയ്യണ്ട. ഇനിയിപ്പോൾ കോഴ്സ് കഴിയുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല കിഷോർ. എൻഗേജ്മെൻ്റ് ആയിട്ടൊന്നും നടത്തണമെന്നില്ല. അറ്റ് ദ ഏർലിയസ്റ്റ് നമ്മൾക്ക് അവരുടെ കല്യാണം അങ്ങ് നടത്താം. എന്തു പറയുന്നു കിഷോർ? എന്താ കിഷോർ, നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അസൗകര്യം ഉണ്ടോ? ഉണ്ടെങ്കിൽ തുറന്നു പറയാൻ മടിക്കണ്ട. അസൗകര്യത്തിന്റെ വിഷയമല്ല മുരളിയേട്ടാ, അല്ലാതെ ചില കോംപ്ലിക്കേഷൻസ്. എന്ത് കോംപ്ലിക്കേഷൻ? അതിപ്പോ ഞാൻ എങ്ങനെ പറയുക? പക്ഷെ പറയാതിരിക്കുന്നതിലും കാര്യമില്ലല്ലോ. നമ്മൾ തമ്മിൽ ഒരു മുഖവരയുടെ ആവശ്യമില്ലല്ലോ കിഷോർ. എന്തായാലും എന്നോട് പറയാൻ മടിക്കണ്ട. കമോൺ. കാര്യം ഞങ്ങളായിട്ട് മുൻകൈ എടുത്തു വന്ന ആലോചന ഇത്. അരുണിന് നിങ്ങളുടെ മോളോടുള്ള ഇഷ്ടം കൊണ്ടാ ഞങ്ങൾ നേരിട്ട് വന്നതും. പെൺകുട്ടിയും വീടും ചുറ്റുപാടുമൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് ബോധിക്കുകയും ചെയ്തു. ഞങ്ങൾക്കും 100% ഓക്കെ ആയതുകൊണ്ടാണല്ലോ നമ്മൾ അവിടുന്ന് മുന്നോട്ട് പോയത്. പിന്നെ ഇപ്പം എന്താ പെട്ടെന്ന്? അരുണിന് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഏയ്, ഇതുവരെ അവൻ അങ്ങനൊന്നും പ്രകടിപ്പിച്ചിട്ടില്ല. പക്ഷേ പിന്നീട് അവനത് വേണ്ടായിരുന്നു എന്നൊരു തോന്നലുണ്ടായാലോ എന്നൊരു പേടി ഞങ്ങൾക്കുണ്ട്. ഇപ്പോ മുരളിയേട്ടനിൽ നിന്ന് ആ കുട്ടിയുടെ കാര്യം കൂടി കേട്ടപ്പോൾ ഇത് ഗൗരവമായിട്ട് എടുക്കേണ്ട വിഷയമാണെന്ന് തോന്നുന്നു. സോറി, കിഷോർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വീട്ടുകാരായിട്ട് ഉറപ്പിച്ച നിശ്ചയം മാറ്റിവെക്കണമെന്ന് മാളവിക അരുണിനോട് ആവശ്യപ്പെട്ടപ്പോഴേ ഞങ്ങൾക്ക് പുത്തരിയിൽ കല്ലുകടിച്ച പോലെയായി. സ്വന്തം വീട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ഒരസുഖമോ ആപത്തോ വന്നിട്ടാണ് ആ കുട്ടി ഇങ്ങനെ പറഞ്ഞെങ്കിൽ ഞങ്ങൾക്കത് മനസ്സിലാവും. പക്ഷേ ഒരു ഫ്രണ്ടിന് വേണ്ടി ഇതുപോലൊരു നല്ല കാര്യം മാറ്റിവെക്കണമെന്ന് പറയുമ്പോൾ അതിലെന്തോ ശകുനപ്പഴ എനിക്കും അപർണയ്ക്കും തോന്നി. അരുണിനും അത് വല്ലാതെ ഫീൽ ചെയ്തു. നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടും വിഷമമൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ മാളുവിൻ്റെ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ പറ്റിപ്പോയൊരു അബദ്ധമാണത്. ഞാൻ പറഞ്ഞല്ലോ, വെറും ഒരു അയൽപക്കം എന്നുള്ളൊരു റിലേഷനല്ല ഞങ്ങൾ രണ്ട് വീട്ടുകാരും തമ്മിലുള്ളത്. പോരാത്തതിന് അപ്പുവും മാളുവും തമ്മിൽ അത്രയ്ക്കൊരു ആത്മബന്ധമുണ്ട് താനും.